ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞണ്ട് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഉമ്മയുടെ റെസിപ്പിയാണ്, ഉമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് പുഴയിൽ നിന്ന് പിടിച്ചെടുത്ത ഞണ്ടാണ്. നമ്മൾ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ വേറെ ടേസ്റ്റ് ആയിരിക്കും, കടൽ മീനിനെ കാണും. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഉള്ളി. 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചെറിയ ഉള്ളി, അതൊരു 10-15 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് തക്കാളി. ഇവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചീരമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതിവിടെ ഉണ്ടായതാണ്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 10-20 വെളുത്തുള്ളിയും വേണം. അത് രണ്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് മല്ലിച്ചപ്പും കറിവേപ്പിലയും. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചീരമുളകൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കതിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെക്കാം. അങ്ങനെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അതിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, കാരണം പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ നേരത്തെ മൂടി വെച്ച ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ മസാല തുറന്ന് നോക്കാം. അങ്ങനെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച
മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം സെറ്റാക്കി എടുക്കണം. നമുക്കതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പൂടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് അടിച്ചു വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.